Hi, I'm on the red carpet of 24 Business Conclave and have a very special guest with me now, Mr. A.V. Anup. Sir, hi, how are you? All good, thank you. 24 first venture on this kind of a conclave with all other people from different sectors, and they're coming here, they're joining here, and they're talking about different topics. How do you feel about it? ഒരു ബിസിനസ് കോൺക്ലേവ് ഒരു മലയാളം ചാനലിൽ നിന്ന് ഒരു ന്യൂസ് ചാനലിൽ നിന്ന് ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് തന്നെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് വന്നത് ഈ പരിപാടിയിൽ. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഈ പാനൽ ഡിസ്കഷൻസ് ഓരോന്നും ഞാൻ നോക്കുകയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് 55 വർഷമായി മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡാണ്. വളരെ നന്നായി പോകുന്നു. ഫാമിലി ബിസിനസ്സാണ്. പക്ഷേ ഞങ്ങളെല്ലാം കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, മാറ്റങ്ങൾ വരുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നടന്ന ആദ്യത്തെ ഞാൻ കണ്ട സെഷൻ എന്ന് പറയുന്നത് ഈ ലിസ്റ്റിങ്ങിനെ പറ്റിയാണ്. കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതിന് IPO ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ മനസ്സിൽ തന്നെ പുതിയ ആശയങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒരു തീരുമാനം എടുക്കാനായിട്ടില്ല, പക്ഷേ പുതിയ ആശയങ്ങൾ വരുന്നു. അപ്പോൾ ഒരു 55 വർഷമായ കമ്പനിയെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള പാനൽ ഡിസ്കഷൻസ് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ AI കാര്യത്തിലാണെങ്കിലും ഞാനതാ പറയുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങളുടെയൊക്കെ കമ്പനി എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിലാണ്. ഇപ്പോൾ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നത് FMCG മാർക്കറ്റിൽ ട്രഡീഷണൽ കിരാന ഷോപ്പുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ്. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ മോഡേൺ ഷോസ് വന്നിരിക്കുന്നു, കോമേഴ്സ് വന്നിരിക്കുന്നു, പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 10 മിനിറ്റിൽ വീട്ടിൽ ഡെലിവറി കിട്ടുകയാണ്, ക്വിക്ക് സർവീസ് വരികയാണ്. അപ്പോൾ 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഈ കിരാന സ്റ്റോഴ്സിൻ്റെയൊക്കെ സ്ഥിതി എന്താകും, നമ്മളുടെ ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സ്ഥിതി എന്താകും, ഇതൊക്കെ നമുക്കൊരു കൺസേൺ ആണ്. അപ്പോൾ ഇത്തരം ബിസിനസ് കോൺക്ലേവുകൾ സംഘടിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ രംഗത്ത് നല്ല അറിവും വിവരമുള്ള ആളുകൾ വന്ന് സംസാരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശംസനീയമായ കാര്യം തന്നെയാണ്. എല്ലാ അഭിനന്ദനങ്ങളും. ഇപ്പോൾ AV ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പോൾ മെഡിവിക്സ് ആണെങ്കിലും നമുക്ക് കേരളത്തിൽ അറിയുന്നൊരു ബ്രാൻഡാണ്, നമ്മൾക്ക് വളരെ കാലങ്ങളായിട്ട് അറിയുന്ന ബ്രാൻഡാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ പുതിയ കാലത്തിൻ്റെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ടെക്നോളജി എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പം അതിനോട് ചേർന്നുകൊണ്ട് എന്താണ് പുതിയ വെഞ്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ തോട്ട്സ് എന്താണ്? അല്ല, ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളെല്ലാം ഈ മാറി വരുന്നത്. ഇപ്പോൾ ഞാൻ സിനിമ നിർമ്മിക്കുന്ന ആളാണ്. ഇപ്പോൾ സിനിമാ നിർമ്മാണത്തിന് ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങളിൽ നമുക്ക് എങ്ങനെ ഇൻവോൾവ് ആകാം. ട്രഡീഷണലായിട്ട് സിനിമ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ആയുർവേദ രംഗത്ത് ഞങ്ങൾക്ക് ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉള്ളതാണ്. പക്ഷേ അവിടെ പോലും ഈ AI ഡ്രിവൺ ഡിവൈസസ് എല്ലാം ഉപയോഗിക്കണോ, മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഞങ്ങളുടെ ബിസിനസ് റെഗുലറായിട്ടുള്ള മാർക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് പോലും ഞങ്ങൾ ഇൻഫർമേഷൻസ് പെട്ടെന്ന് പാസ് ഓൺ ചെയ്യാനുള്ള ടെക്നോളജി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ബിസിനസ്സുകളെല്ലാം തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത ജനറേഷനാണ് ആ കാര്യത്തിൽ നോക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഓൾഡ് ജനറേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നതല്ല. അപ്പോൾ പുതിയ ജനറേഷന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. തീർച്ചയായിട്ടും ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നതെല്ലാം ഈ ടെക്നോളജി ഡ്രിവൺ, AI ഡ്രിവൺ ആയിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കും. Thank you so much, sir, for sharing your thoughts. That was A.V. Anup of AV Group Medimix.